എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഫ്യൂഷൻ ഡിഷാണ്. അതായത് നമ്മുടെ ഇന്ത്യനും ഫിനിഷ് സ്റ്റൈലും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡിഷ്. എന്നാൽ നമുക്കൊന്ന് തയ്യാറാക്കി എടുത്താലോ. ഫിൻലൻഡിലെ ഫിനീഷുകാരുടെ ഒരു പ്രധാന ഭക്ഷണമാണ് ഉരുളക്കിഴങ്ങ്. ഒന്നെങ്കിൽ ഇവരിത് ഗ്രില്ല് ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ മസാലയിൽ അങ്ങോട്ട് തയ്യാറാക്കും. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പാനിലേക്ക് ഇട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, വെളുത്തുള്ളി പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ, ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഓയിൽ നമ്മുടെ വെജിറ്റബിളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോഴത്തേക്കും ഈ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ഫ്ലേവറൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫുൾ ചിക്കനാണ്. ഒരു ചിക്കൻ എടുത്ത് കത്തി കൊണ്ട് എല്ലാ വശങ്ങളും ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കാം. മസാല പേസ്റ്റിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാല പേസ്റ്റ് നമുക്ക് ചിക്കൻ്റെ എല്ലാ വശങ്ങളിലും തേച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ വെക്കാം. അപ്പം ചിക്കനുള്ളിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇനി ഒരു പാനിലേക്ക് ഫോയിലും പേപ്പറും വെച്ച് ചിക്കനുള്ളിൽ വെജിറ്റബിളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഫോയിലിൽ ഒരു 3ഓ 4ഓ തവണയെങ്കിലും നന്നായിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം ഫയർ പ്ലേസിലെ തീക്കനലിൽ വെച്ച് ചിക്കൻ ചുട്ടെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫയർ പ്ലേസിനകത്തേക്ക് ചിക്കൻ വെച്ച് നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കുമ്പോൾ ചിക്കന് നല്ല രുചിയായിരിക്കും. മസാലയൊക്കെ നല്ല തിരുമ്മിയ ചിക്കനാണ്. അപ്പം ഇത് ചുട്ട് കഴിയുമ്പോൾ അതിൻ്റെ രുചി കൂടും. ചിക്കൻ ചുടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ വെജിറ്റബിൾ നമുക്ക് ഗ്രില്ല് ചെയ്ത് വെക്കാം. ഇതങ്ങോട്ട് അടച്ചു വെച്ചാൽ മതി. കാരണം ഈ അടിയിലത്തെ ചൂട് വരുമ്പോഴത്തേനും മുകളിലോട്ട് പൊങ്ങി വരും. അപ്പോഴത്തേനും ഈ വെജിറ്റബിൾ നമുക്ക് വെന്ത് കിട്ടും. അത് വെച്ച വെജിറ്റബിൾ റെഡി ആയോ എന്ന് നോക്കാവേ. ഏകദേശം 1 മണിക്കൂറായപ്പോഴത്തേക്കും കണ്ടോ വെജിറ്റബിളൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. ഇനി നമുക്ക് ചിക്കൻ റെഡിയാകുമെന്ന് നോക്കാം. ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് നോക്കാം. വെന്ത് കിട്ടിയോന്ന് നോക്കണ്ടേ. നല്ല ചൂടാ കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ഡിഷിലേക്ക് ഇങ്ങോട്ട് വെക്കാവേ. നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയായെന്ന് അറിയണ്ടേ. ചിക്കൻ നല്ല കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എടുത്ത് നോക്കിയേ. അടിപൊളി നല്ല ഫുള്ള് ചിക്കൻ ആയിട്ടുണ്ട്. കറണ്ട് ലാഭം നമ്മുടെ അടിപൊളി ടേസ്റ്റില്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയായെന്ന് അറിയണ്ടേ. നല്ല സൂപ്പറാട്ടോ.